ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലെ ലാസ്റ്റ്ലി നമ്മൾ പറഞ്ഞത് എങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മെഷർ ചെയ്യാം എന്നുള്ളതായിരുന്നു അല്ലെ. നെക്സ്റ്റ് നമുക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് വരുന്ന മറ്റ് ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഒന്ന് ഗെറ്റിംഗ് ഇനഫ് ഫണ്ട് ആണ്. അതായത് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് കിട്ടും. എ ബിസിനസ് മസ്റ്റ് അറേഞ്ച് ദ റിക്വയർഡ് മണി ഫ്രം സ്യൂട്ടബിൾ സോഴ്സസ് ലൈക്ക് ഷെയർസ്, ലോൺസ് ഓർ ഡിബഞ്ചേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് നീഡ്സ് ആൻഡ് റീപേയ്മെന്റ് കപ്പാസിറ്റി. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് അവരെന്ത് ചെയ്യും, അവർക്ക് വേണ്ട പൈസ അവര് അറേഞ്ച് ചെയ്യും. ഇപ്പൊ ലോൺ എടുത്തിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഷെയർസ് എടുത്തിട്ടാണെങ്കിലോ ഡിബഞ്ചേഴ്സ് എടുത്തിട്ടാണെങ്കിലോ അവരുടെ നീഡിനെയും ആ ഒരു റീപേയ്മെന്റിന്റെ കപ്പാസിറ്റിനെയും അനുസരിച്ചുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, ബിസിനസ് മസ്റ്റ് ആയിട്ട് ഫണ്ട് അറേഞ്ച് ചെയ്യുന്നുണ്ടാവും. സെക്കൻഡ് വൺ പറയുന്നത് യൂസിങ് ഫണ്ട് പ്രോപ്പർലി ആണ്. Fund should be used wisely in profitable areas, avoiding waste and ensuring money is not left idle. അതായത് നമ്മുടെ ഫണ്ട് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഏതാണോ തരുന്നത് അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു പ്രോഫിറ്റ് കൂടുതലുള്ള ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാനും നമ്മുടെ മണി കറക്റ്റ് ആയിട്ട് നിൽക്കാനും നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ പറയുന്നത് ഇൻക്രീസിംഗ് പ്രോഫിറ്റ്സ് ആണ്. പ്രോപ്പർ പ്ലാനിങ്, കോസ്റ്റ് കൺട്രോൾ ആൻഡ് ലോ കോസ്റ്റ് ഫണ്ടിങ് ഹെൽപ്പ് ഇൻ ഏർണിംഗ് ഹയർ പ്രോഫിറ്റ്സ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാനിങ്ങും കോസ്റ്റ് കൺട്രോളും അതേപോലെ തന്നെ ലോ കോസ്റ്റ് ഫണ്ടിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഹയർ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് മാക്സിമൈസിംഗ് ബിസിനസ് വാല്യൂ ആണ്. ദ എയിം ഈസ് ടു ഇൻക്രീസ് ദ ഓവറോൾ വാല്യൂ ഓഫ് ദ ബിസിനസ് ബൈ കൺസിഡറിംഗ് പ്രോഫിറ്റ്, കോസ്റ്റ് ഓഫ് ഫണ്ട്, മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് ലോങ് ടേം ഗ്രോത്ത്. അതായത് ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ വേണ്ടത് നമ്മളുടെ ഓവറോൾ വാല്യൂ, ബിസിനസിന്റെ ഓവറോൾ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, ഫണ്ടിന്റെ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് കണ്ടീഷൻസും ലോങ് ടേം ഗ്രോത്ത് ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ എല്ലാം കൂടെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയണ മാക്സിമൈസിങ് ബിസിനസ് വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് വരുന്ന മറ്റ് ഒബ്ജക്റ്റീവ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമുക്ക് അവിടെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിലെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് ആണ്. അതായത് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ, അതിപ്പോ ലോങ് ടേമിലേക്കാണെന്നുണ്ടെങ്കിലും ഷോർട്ട് ടേമിലേക്കാണെന്നുണ്ടെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ നമുക്ക് എത്രത്തോളം ഫണ്ട് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് വൺ ഡിറ്റർമിനേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ഡിസൈഡിങ് ദ റൈറ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് റിട്ടേൺ. നമ്മുടെ റിട്ടേൺ ഇൻക്രീസ് ചെയ്യാനും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ആ ഒരു റൈറ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി എന്താണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ നെക്സ്റ്റ് വരുന്ന ഒരു ഫംഗ്ഷൻ ആണ്. പിന്നീട് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചോയ്സ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ ചോയ്സ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ടിങ് സ്യൂട്ടബിൾ സോഴ്സസ് ലൈക്ക് ഷെയർസ്, ലോൺസ് ഓർ ഡിബഞ്ചേഴ്സ് ആഫ്റ്റർ കമ്പയറിംഗ് ദെയർ ബെനിഫിറ്റ് ആൻഡ് കോസ്റ്റ്. അതായത് നമ്മൾ ആ ഒരു കോസ്റ്റ്, ഓരോന്നിന്റെയും കോസ്റ്റും അതേപോലെ തന്നെ ഓരോന്നിന്റെയും ബെനിഫിറ്റും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോഴ്സ്, ലൈക്ക് ഷെയർസ് വേണോ, ലോൺസ് വേണോ, ഡിബഞ്ചേഴ്സ് വേണോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ നോക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് ആണ്. അതായത് റൈസിംഗ് ദ റിക്വയർഡ് ഫണ്ട് ഫ്രം ചൂസൺ സോഴ്സസ് ബൈ ഫോളോയിങ് പ്രോപ്പർ പ്രൊസീജിയേഴ്സ്. അതായത് നമുക്കറിയാം ഇപ്പൊ നമുക്ക് ഒരുപാട് സോഴ്സുകളിൽ നിന്ന് എന്ത് കിട്ടും, ഫണ്ട് നമുക്ക് കിട്ടും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രൊക്വയർ ചെയ്തെടുക്കാൻ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആവശ്യമായിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് ആണ്. അതായത് യൂസിങ് ഫണ്ട് വൈസ്ലി ഇൻ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് വൈൽ എൻഷുറിംഗ് സേഫ്റ്റി ആൻഡ് ലിക്വിഡിറ്റി. അപ്പൊ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഏതാണ് എന്ന് നോക്കിയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സേഫ്റ്റിയും ലിക്വിഡിറ്റിയും ഉണ്ടാവാനും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ്ലി പറയുന്നത് ഡിസ്പോസൽ ഓഫ് സർപ്ലസ് ആണ്. അതായത് എത്ര രൂപ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, എത്ര രൂപ നമ്മൾ ഓർഗനൈസേഷനകത്ത് റീറ്റെയിൻ ചെയ്ത് വെക്കണം എന്നുള്ളത് തീരുമാനിക്കാനാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അവിടെ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ളതാണ് നമുക്കിനി നോക്കാൻ വേണ്ടിയിട്ടുള്ളത്.
അപ്പോ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറ്റ് മീൻസ് ഡിസൈഡിങ് ഹൗ എ ബിസിനസ് വിൽ ഗെറ്റ് ആൻഡ് യൂസ് മണി പ്രോപ്പർലി. എങ്ങനെയാണ് ഒരു ബിസിനസ്സിന് പൈസ കിട്ടുന്നത്, ആ കിട്ടിയ പൈസയെ അവരെങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയണത്, ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഗോളുകൾ, ഫിനാൻഷ്യൽ ഗോളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായിട്ടുള്ള ഫണ്ടിന്റെ സോഴ്സുകൾ ചൂസ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് എൻഷുർ ഇനഫ് ഫണ്ട്സ് ആർ അവൈലബിൾ ഫോർ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ് ഇൻക്ലൂഡിംഗ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. നമുക്കറിയാം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ, നമ്മുടെ പ്രസന്റിലാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ ഫണ്ടിന് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു നീഡിലോട്ടുള്ള പൈസ നമുക്ക് എത്ര വേണം എന്നൊക്കെ പ്ലാൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ഗുഡ് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ നമ്മുടെ ഫണ്ടിന്റെ റിക്വയർമെന്റ്സ് ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ബെസ്റ്റ് ഫണ്ടിങ് സോഴ്സുകൾ സെലക്ട് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ മണീന്റെ നമ്മൾ അതിന്റെ യൂസ് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, റിസൾട്ടുകൾ അനലൈസ് ചെയ്യുന്നുണ്ടാവും, മാനേജ്മെന്റ് ഡിസിഷൻസിനെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഗുഡ് ഫിനാൻഷ്യൽ പ്ലാനിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പൈസ കിട്ടും, എങ്ങനെ പൈസ പ്രോപ്പർലി മാനേജ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ്ലി നമുക്ക് അവിടെ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്താണ് ഫിനാൻഷ്യൽ കൺട്രോൾ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ പ്ലാനിങ് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണോ ഇംപ്ലിമെന്റ് ആയിട്ടുള്ളത്, പ്രോപ്പർ ആയിട്ട് തന്നെയാണോ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ കൺട്രോള് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ കൺട്രോൾ മീൻസ് ചെക്കിംഗ് ആൻഡ് എൻഷുറിംഗ് ദാറ്റ് എ കമ്പനീസ് മണി ഈസ് യൂസ്ഡ് പ്രോപ്പർലി അക്കോർഡിംഗ് ടു ഇറ്റ്സ് പ്ലാൻസ് ആൻഡ് ഗോൾസ്. നമ്മുടെ കമ്പനിയുടെ പ്ലാൻസ് ആൻഡ് ഗോൾസിന് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്ത് അത് എൻഷുർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് പ്ലാൻഡ് റിസൾട്ട് ആൻഡ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് ഇഫ് നീഡഡ്. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ ആക്ച്വൽ പെർഫോമൻസിനെയും നമ്മുടെ പ്ലാൻഡ് റിസൾട്ട് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് ആവശ്യമാണെങ്കിൽ അത് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഷുർ പ്രോപ്പർ യൂസ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക, ആക്ച്വൽ റിസൾട്ടിനെ ടാർഗറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുക, പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യുക, നമ്മുടെ എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യുക, ഒരു ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഒക്കെ കൊണ്ടുവരിക. അത്രയാണ് നമ്മളുടെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇത് ഒരു തിയറി പേപ്പർ അല്ല കേട്ടോ, പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റിൽ തിയറി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റുകളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു യൂണിറ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് യൂണിറ്റുമായിട്ട് കാണാം. താങ്ക്